ഗുരുവായൂരപ്പനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് വീട്ടിൽ നിന്നും ഒരു ഓട്ടോ പിടിച്ച് കോഴിക്കോട്ടെത്തി. ഏകദേശം ബസ്സിൽ ഒരു 3-3.5 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം ഗുരുവായൂരിലെ കിഴക്കേ നടയ്ക്ക് സമീപം നമ്മൾ എത്തി. ഉച്ച സമയമായതിനാൽ ഊണ് കഴിക്കാനായി നമ്മുടെ പഴയിടം റെസ്റ്റോറൻറ്റിൽ പോയി ഒരു അടിപൊളി ഊണ് കഴിച്ചു. വളരെ നല്ല ഊണായിരുന്നു. കിഴക്കേ നടയിലെ അമൃത ടൂറിസ്റ്റ് ഹോമിൽ ഒരു റൂം എടുത്തു. 2 പേർക്ക് 800 രൂപയാണ് ചാർജ്. ഗുരുവായൂർ കേശവൻ്റെ പ്രതിമ കണ്ടു. പിന്നീട് പോയത് മരപ്രഭുവിൻ്റെ പ്രതിമയ്ക്കടുത്തേക്കായിരുന്നു. ഗുരുവായൂർ അമ്പലനടയിൽ നല്ല തിരക്കായിരുന്നു അന്നേ ദിവസം. തുലാഭാരം ചെയ്യുന്നത് ഇതിലാണ്. തിരക്കാണെങ്കിൽ കൂടിയും ഉണ്ണിക്കണ്ണനെ അകത്ത് കയറി ദർശനത്തിനുള്ള ഭാഗ്യം അന്ന് തന്നെ കിട്ടി. മണ്ഡപങ്ങളാണ് കാണുന്നത്. നടയിലെ കച്ചവട കാഴ്ചകളിലേക്ക്. പുലർച്ചെ എഴുന്നേറ്റ് കണ്ണൻ്റെ വാകച്ചാർത്തും കാണാനുള്ള ഭാഗ്യം സിദ്ധിച്ചു. കിഴക്കേ നടയിൽ ഒരു ചെറിയ ഗണപതി ക്ഷേത്രമുണ്ട്. അവിടെയും പോയി ഒന്ന് തൊഴുതു. പിന്നീട് നേരെ ചെന്നത് മമ്മിയൂർ ക്ഷേത്രത്തിലേക്കായിരുന്നു. ഇനി മമ്മിയൂരിലെ കാഴ്ചകൾ. ക്ഷേത്രക്കുളമാണ് കാണുന്നത്. ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ സ്വാമി ഉദിത് ചൈതന്യയുടെ ഭാഗവത സപ്താഹ പാരായണം ഉണ്ടായിരുന്നു. ഗുരുവായൂരപ്പനെ കാണാൻ വന്നാൽ പിന്നെ ആനയെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഗുരുവായൂരപ്പനെ തൊഴുത് കോഴിക്കോട്ടേക്ക് യാത്ര തിരിച്ചു.